പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പുതിയ KPCC അധ്യക്ഷൻ ഉടനെന്ന സൂചന. കോൺഗ്രസ് സ്ഥാനാർത്ഥി സർവേ പൂർത്തിയായി 20-ന് ഹൈക്കമാൻഡിന് കൈമാറും. സണ്ണി ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിനാലാണ് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത്. ബെന്നി ബെഹനാനും ആന്റണിയും പരിഗണനയിൽ. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, പുതിയ KPCC അധ്യക്ഷനെ ഉടൻ എടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? സാധാരണ തെരഞ്ഞെടുപ്പ് ആയി കഴിയുമ്പോഴേക്കും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ, അതായത് പാർട്ടിയുടെ ചുമതലയുള്ള ആരെങ്കിലും മത്സരരംഗത്തുണ്ടെങ്കിൽ അവർ തൽക്കാലം മാറ്റി നിർത്തുന്ന ഒരു പതിവുണ്ട്. അത്തരത്തിലൊരു പതിവ് ഇത്തവണയും തുടരാനാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാറി നിൽക്കും. അതിന് പകരം 2 പേരുടെ പേരുകളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. ഒന്ന് ബെന്നി ബെഹനാനും അതുപോലെ തന്നെ ആന്റണിയും. ഈ 2 പേരുടെയും പേരുകൾ സജീവ പരിഗണനയിലുണ്ട്. അതിൽ ബെന്നി ബെഹനാനാണ് കൂടുതൽ സാധ്യത. കാരണം നേരത്തെ തന്നെ KPCC അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിച്ചിരുന്നു. എന്നാൽ ചില സാമുദായിക സന്തുലനാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ടും ഒപ്പം തന്നെ ഹൈക്കമാൻഡ് താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അന്ന് സണ്ണി ജോസഫിന് അനുകൂലമായത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ബെന്നി ബെഹനാന് തന്നെയായിരിക്കും താൽക്കാലികമായി ചുമതല ലഭിക്കാനുള്ള സാധ്യത. ഒപ്പം മറ്റു ചില മാറ്റങ്ങൾ കൂടി വരാൻ സാധ്യതയുണ്ട്. അതായത് പ്രത്യേകിച്ചും ഈ ചില ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമാർ മത്സരിക്കുകയാണെങ്കിൽ അവിടെയും മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷേ ഏതൊക്കെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് മത്സരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെയായും ഒരു വ്യക്തത വന്നിട്ടില്ല. അത് ഏകദേശം ഫെബ്രുവരി 25 മാത്രമേ ആരൊക്കെയാണ് ഈ ജില്ലാ കമ്മിറ്റിയിൽ പ്രസിഡന്റുമാർ മത്സരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. നിലവിൽ KPCC അധ്യക്ഷൻ എന്തായാലും പേരാവൂരിൽ നിന്ന് മത്സരിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരാളിനെ താൽക്കാലികമായി വരും. അങ്ങനെയാണ് അതിനൊരു സാധ്യത കൂടുതൽ ബെന്നി ബെഹനാനാണ്. ബെന്നി ബെഹനാനൊപ്പം തന്നെ ആന്റണിയുടെ പേരും 2 പേരുടെയും പേരുകൾ പരിഗണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഒരാൾക്ക് ആണ് സാധ്യത. ഒപ്പം തന്നെ ഈ കനകലു ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്ന സർവേ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ സർവേയുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ ആരൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കണം എന്ന കാര്യത്തിലായിരുന്നു സർവേ നടത്തിയത്. ഇതിൽ ഓരോ മണ്ഡലങ്ങളിലും 4 മുതൽ 5 വരെ ആളുകളുടെ പേരടങ്ങിയ ഓരോ പട്ടിക നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. ആ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഓരോ നിയമസഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ സർവേ നടപടികൾ. ഇതിൽ പ്രധാനമായും നോക്കിയിരുന്നത് ജനപിന്തുണ, ഒപ്പം തന്നെ വിജയസാധ്യത, ഇങ്ങനെ തുടങ്ങിയ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിക്കൊണ്ടായിരുന്നു ആ സർവേ. ആ സർവേയുടെ ഭാഗമായി നടത്തിയ ഒരു പ്രധാനപ്പെട്ട ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ആർക്കാണ് മുന്തിയ പരിഗണന കിട്ടുക, അങ്ങനെയുള്ള ലിസ്റ്റ് ഹൈക്കമാൻഡിന് കൈമാറും. ഹൈക്കമാൻഡ് ഈ ലിസ്റ്റ് കൂടി പരിശോധിച്ചു. ഒപ്പം KPCC നേതൃത്വവുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. ഈ മാസം 20-ന് ഇത്തരത്തിൽ കനകലുവിൻ്റെ നേതൃത്വമുള്ള സർവേ നടപടികൾ പൂർത്തിയായ ലിസ്റ്റ് ഹൈക്കമാൻഡിന് കൈമാറും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി നിർണയ അതിലേക്ക് കടക്കും. പ്രധാനമായും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഈ മുൻ വർഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വിജയസാധ്യതയ്ക്ക് തന്നെയാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 പ്രാവശ്യമായി UDFന് ഭരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വിജയസാധ്യതയുള്ളവർ മത്സരിച്ചാൽ മതിയാകും. ഒപ്പം തന്നെ സാമുദായിക പരിഗണനയും ഇത്തവണ കണക്കിലെടുക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ മറ്റു വിവാദങ്ങളൊന്നും തന്നെ വേണ്ട, വിജയസാധ്യതയ്ക്കൊപ്പം തന്നെ സാമുദായിക പരിഗണനകൾ, അതേസമയം ഗ്രൂപ്പ് പരിഗണന വേണ്ട എന്നൊരു നിലപാട് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് പരിഗണന ഒഴിവാക്കിക്കൊണ്ട് വിജയസാധ്യതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ലിസ്റ്റായിരിക്കും കനകലുവും തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഹൈക്കമാൻഡ് നൽകും. ഹൈക്കമാൻഡും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ഭാരവാഹികൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കടക്കുക. ഏകദേശം മാർച്ച് ആദ്യ വാരത്തോടുകൂടി തന്നെ ആദ്യഘട്ട പട്ടിക പുറത്തിറങ്ങും എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മാത്രവുമല്ല, നിലവിലുള്ള MLA-മാരെല്ലാം തന്നെ മത്സരരംഗത്ത് ഉണ്ടാവും. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കും മാറ്റമുണ്ടാവുക. കാരണം കേസിൽ ജാമ്യം ലഭിച്ചെങ്കിൽ തന്നെയും തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പരിഗണിക്കത്തില്ല. പ്രത്യേകിച്ചും വലിയ തരത്തിലുള്ള എതിർപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ അത് കാര്യമായി എടുക്കുവാൻ KPCC തയ്യാറല്ല. കാരണം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ കടുത്ത വിയോജിപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അടുത്ത ആഴ്ച കോൺഗ്രസിൽ തിരക്ക് പിടിച്ച ചർച്ചയുടെ നാളുകളിലേക്ക് കടക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും KPCC അധ്യക്ഷന് ഒരു താൽക്കാലിക അധ്യക്ഷൻ കേരളത്തിലേക്ക് എത്തപ്പെടുന്നു. അത് ബെന്നി ബെഹനാനാണോ ആന്റണിയാണോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. നിലവിലെ സാഹചര്യത്തിൽ മാർച്ച് ആദ്യ വാരത്തിൽ തന്നെ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തു വരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വ്യക്തമാണ്. പുതിയ KPCC അധ്യക്ഷൻ ഉടനുണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് സ്ഥാനാർത്ഥി സർവേ പൂർത്തിയായി 20-ന് ഹൈക്കമാൻഡിന് കൈമാറും. സണ്ണി ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിനാലാണ് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത്. ബെന്നി ബെഹനാനും ആന്റണിയും ഒക്കെയാണ് ഈ ഒരു പരിഗണനയിലുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.